അലർജി എന്നത് ഒരു രോഗമാണോ അതോ ശരീരത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി എന്താണ് അലർജി? എങ്ങനെയാണ് അലർജി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള അലർജികളുണ്ട്? ഇതിനെക്കുറിച്ച് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. സാധാരണയായി അലർജി എന്നതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന സാറ് പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും ഓർക്കാറുണ്ട്. എവറിത്തിങ് ആൻഡ് എനിത്തിങ് അണ്ടർ ദി സൺ മേ ചേഞ്ച് ഇൻ ടു അലർജി അറ്റ് എനി മൊമെൻറ്റ് എന്നാണ്. ഏത് നിമിഷത്തിലും ഇന്നലെ വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അലർജിയായി മാറാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അലർജിക്കുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ കണ്ടെത്താൻ വളരെ വിഷമം തോന്നാറുണ്ട്. ഈ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചികിത്സാനുഭവം പറയാം. മുമ്പ് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് അലർജിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിരുന്നു. അവർ പല മരുന്നുകളും അവർക്കായി ഞാൻ കൊടുക്കുകയും കുറഞ്ഞും കൂടിയുമെല്ലാം ഇരുന്നിരുന്നു. അതിനിടയിലാണ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ടൂറ് പോവുകയാണ്, എനിക്ക് ചില മരുന്നുകൾ വേണമെന്ന്. ടൂറിന് പോകുമ്പോൾ എളുപ്പത്തിൽ കയ്യിൽ കരുതാവുന്ന ചില മരുന്നുകൾ മാത്രമാണ് ഞാൻ അന്ന് അവർക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു, എന്ത് മരുന്നാണ് ഡോക്ടറെ എനിക്ക് തന്നത്? വളരെ സുഖമായിരുന്നു, എനിക്ക് ഇത്രയും ദിവസം യാതൊരു അലർജിയും ഉണ്ടായിരുന്നില്ല. അലർജിയായി ഇവരിൽ കണ്ടുവന്നിരുന്നത് തുമ്മലും ചൊറിച്ചിലുമായിരുന്നു. കണ്ണ് ചൊറിയും, മൂക്ക് ചൊറിയും, പിന്നെ തുമ്മും, നിൽക്കാത്ത തുമ്മൽ. അതായിരുന്നു അവരുടെ അവസ്ഥ. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ആ മരുന്ന് അവർ തുടക്കം മുതലേ കഴിച്ചിരുന്നതാണ്. അത് ആൻറ്റിഹിസ്റ്റാമിൻ ആണ്. അതേസമയം ആയുർവേദത്തിൽ വിഷചികിത്സയിൽ പറയുന്ന ഒരു മരുന്ന് കൂടിയാണ്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. പക്ഷെ എന്താണ് ഈ സമയത്ത് ഇവർക്ക് പറ്റിയതെന്ന് മനസ്സിലായില്ല. കാരണം മറ്റു മരുന്നുകളൊക്കെ നിർത്തിവെച്ച് പിന്നെ ഇത് മാത്രം കൊടുത്തിട്ട് ഇങ്ങനൊരു മാറ്റം അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പോയ ദിവസങ്ങളിൽ അത്രയും ഇവർ ചോറ് കഴിച്ചിരുന്നില്ല എന്നാണ്. എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് സാമ്പാർ, മല്ലി മുതലായ സാധനങ്ങളായിരുന്നു. സാമ്പാർ നന്നായി സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് അതിലത്തെ ഓരോ കഷ്ണങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കുമോ അലർജി എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. കാരണം ചോറ് തന്നെയായിരുന്നു അലർജി. അതും മലയാളി, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്കാണ് ചോറിന് അലർജി ഉണ്ടായിരുന്നത്. അത് കണ്ടെത്തിയത് വളരെ രസകരമായിട്ടാണ്. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ചോറാണെന്ന് മനസ്സിലാക്കിയത്. പേഷ്യൻ്റ് തന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ടൂറ് പോയ സമയത്ത് അവർ നോർത്ത് ഇന്ത്യയിലായത് കാരണം ചോറ് തീരെ കഴിച്ചിട്ടില്ല. എപ്പോഴും മറ്റ് ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും ധാരാളം വെള്ളം കുടിക്കുകയും ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ ശ്വാസത്തിൻ്റെ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, അതും അവർ ചെയ്തിരുന്നു. ഇത് എപ്പോഴും എനിക്ക് ഏത് പേഷ്യൻസ് വരുമ്പോഴും ഈ കാര്യം ഓർമ്മയിൽ വരും. കാരണം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു സാധനത്തിനാണല്ലോ ഇങ്ങനെ അലർജി വരുന്നത്. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമ്മളെ ഓവർ റിയാക്ഷനാണ്. നമ്മൾ വേണ്ടാത്ത സ്ഥലത്ത് കയറി റിയാക്ട് ചെയ്യുക. കാരണം പ്രത്യേകിച്ചൊരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഫുഡാണെങ്കിലും ശരീരം ഓവറായിട്ട് പ്രതികരിക്കുന്നതാണ് അലർജി. ഇതിന് മാനസികമായ കാരണങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കാരണം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള നേച്ചറുള്ള ആളുകൾക്ക് പലപ്പോഴും അവരത് പുറത്ത് കാണിക്കാതെ പല സമയത്തും മറച്ചു വെക്കേണ്ടി വരും. ഇത് സ്ലോലി ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുകയും അത് തന്നെ അലർജിക്കായിട്ട് ഒരു കാരണമായി മാറുകയും ചെയ്യാറുണ്ട്. കാരണം ഇത് നമ്മളിപ്പോൾ കോമൺ പീപ്പിളിന് വേണ്ടി പറയുന്നതായതുകൊണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒരുപാട് ചെകഞ്ഞെടുക്കുന്നില്ല. പക്ഷേ ഇത്തരം സ്റ്റഡീസിൽ നിന്ന് നമുക്ക് ആൻറ്റിഹിസ്റ്റാമിൻസിൻ്റെ ഫങ്ഷൻസും ഇമ്മ്യൂണിറ്റിയുടെ ലോസ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പാടെ അങ്ങ് നഷ്ടപ്പെടുന്നതൊന്നുമല്ല. പലതരം ഇമ്മ്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ വരുന്ന വ്യതിയാനങ്ങളും എല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണയായി അലർജിയുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോ വഴി നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുളി തന്നെയാണ്. കുളിക്കുമ്പോൾ വായിൽ വെള്ളം പിടിക്കുക. വായിലൊരു കവിള് വെള്ളം പിടിച്ചിട്ട് കുളിക്കുന്നത് അതിന് നന്നായിട്ട് ഷവർ ചെയ്യുന്നതും ഒരു പരിധി വരെയൊക്കെ ഗുണം ചെയ്യാറുണ്ട്. കുളിക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലകൾ എന്ന് വെച്ചാൽ നീം എന്ന് പറയുമ്പോൾ കഴിക്കുന്ന വേപ്പില, തുളസി ഇതുപോലുള്ള ഏതെങ്കിലും
ഇലകളിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് സാധാരണ വെള്ളവുമായി ഈ വെള്ളം ചേർത്തതിന് ശേഷം കുളിക്കുന്നതും, മൂക്കിനുള്ളിൽ കഴുകുക, കണ്ണ് കഴുകുക, ഈ രീതിയും വായിൽ കുറച്ച് സമയം ഈ വെള്ളം പിടിച്ചു വെക്കുന്നതും നല്ലൊരു പരിധിവരെ തുമ്മലുകൾക്കും കണ്ണിലെ ചൊറിച്ചിലിനും പ്രതിവിധിയായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റ് ചികിത്സകളെ പോലെ തന്നെ എല്ലാ രോഗങ്ങളും നമ്മൾ പറയുന്നത് പോലെ തന്നെ നന്നായി വിയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നത് അലർജി കുറക്കാറുണ്ട്. പിന്നെ മാനസിക പിരിമുറുക്കം എന്തു തന്നെ ആയാലും അലർജി കൂട്ടുന്ന ഒരു കാര്യമാണ്. പലരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു സിംറ്റം കൂടിയാണിത്. കാരണം മാനസിക പിരിമുറുക്കം എന്ന് പറയുമ്പോൾ അവർ വല്ലാത്തൊരു തരത്തിൽ പുറമേക്ക് എക്സ്പ്രസ് ചെയ്യാതെ ടെൻഷൻ ഉള്ളിൽ വെക്കുകയും അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രതികൂലമായി ബാധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രോഗമായി പുറത്ത് കാണുകയും ചെയ്യാറുണ്ട്. സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ പോലും ടെൻഷൻ മൂലം അലർജിക് നേച്ചറോട് കൂടിയിട്ട് തുടങ്ങാറുണ്ട്. ചിലപ്പോൾ സോറിയാറ്റിക് നേച്ചറുള്ള ബോഡി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലിയിൽ സോറിയാസിസ് ഉണ്ടാവാം. പക്ഷേ അത് അത്രയും കാലം ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് ഈ അലർജി പൊട്ടിപ്പുറപ്പെടും. അതുപോലെ തന്നെയാണ് അർട്ടിക്കേരിയ. ഇതും ഒരു അലർജിക് റിയാക്ഷൻ തന്നെയാണ്. അർട്ടിക്കേരിയ എന്ന് പറഞ്ഞ അവസ്ഥ തണുപ്പിന് ഉള്ള അലർജിയാണ്. ഇത് പലപ്പോഴും ചെറിയ കൊതുക് കടിച്ച പോലുള്ള തിണർപ്പുകളായി പൊങ്ങി വരാറുണ്ട്. ഇതും വളരെയധികം ടെൻഷനുമായിട്ട് ബന്ധമുണ്ട്. പല കുട്ടികൾക്കും പരീക്ഷാ സമയത്ത് കാണുന്നൊരു രോഗമായിട്ട് ഞാൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് ഈ അർട്ടിക്കേരിയ എന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈവൻ റിംഗ് ബേംസ് അലർജി ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അതും അലർജി ഉള്ള പേഷ്യൻസിന് കൂടെ റിംഗ് ബേം ഇൻഫെക്ഷൻ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടെയുള്ള വയറിളക്കൽ എന്ന ചികിത്സയും ഡീവേം ചെയ്യലാണ്. എന്ന് വെച്ചാൽ വിര ഇല്ലാതാക്കൽ. വിരകളും പലപ്പോഴും അലർജിക്ക് കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം ഇൻഡൈജഷനാണ്. കഴിക്കുന്ന ഭക്ഷണം നേരെ ചൊവ്വേ ദഹിക്കാതിരിക്കുന്നതും ഒരു കാരണം മാറുണ്ട്. വേറൊന്നെന്ന് പറഞ്ഞാൽ ഇൻകമ്പാക്റ്റബിൾ ഫുഡ് എന്ന് പറയും. ചില ഫുഡുകൾ രണ്ട് ഐറ്റം തമ്മിൽ ചേരാതിരിക്കും. ആ ചേരാത്ത ഭക്ഷണങ്ങൾ തമ്മിൽ കഴിക്കുന്നത് അലർജിക്ക് കാരണമാവാറുണ്ട്. അലർജിയുടെ ഒരു സമഗ്രമായ ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് നമ്മൾ സ്നേഹപാനവും വമനവും ഇതിന് വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് കാലമായി അലർജി കൊണ്ട് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് പോലും വമന ചികിത്സ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഉത്തമമായ മാത്രയിലും ഉത്തമമായ മരുന്നുകൾ ഉപയോഗിച്ചും ചെയ്താൽ പൂർണ്ണമായും ഭേദമാക്കാറുണ്ട്. പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം ശ്വാസത്തിൻ്റെ എക്സസൈസാണ്. ശ്വാസത്തിൻ്റെ എക്സസൈസ് തുടക്കത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ക്രമമായി ചെയ്തു വന്ന് സ്ലോലി അലർജി മാറ്റിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. പിന്നെ ചില പേഷ്യൻസിൽ മൂക്കിൽ വളരുന്ന ദശകളോ അതല്ലെങ്കിൽ മൂക്കിനകത്തുള്ള ഇൻഫ്ലമേഷനോ അലർജിക്ക് കാരണമാവാറുണ്ട്. പിന്നെ ചിലതരം ഡ്രസ്സുകൾ, ചില കളറുകൾ, ചില ക്ലോത്ത്, അതുപോലെ ചിലതരം ചെടികളുടെ പൂമ്പൊടികൾ, ഇതെല്ലാം അലർജിക്ക് കാരണമാവാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ഉണ്ടെങ്കിൽ അലർജി ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അതും തന്നെ ചിലപ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നായിരിക്കില്ല. ചിലതരം പക്ഷികൾ, നമ്മൾ ചിലരൊക്കെ പെറ്റിനെ വളർത്തുന്ന പോലെ തന്നെ ചെടികളുടെ ഇടയിലൊക്കെ ചിലതരം കൂടുകളൊക്കെ ഉണ്ടാവാം. അതിലൊക്കെ കൂടുതൽ അതുവഴിയെല്ലാം അലർജി വന്നതായിട്ട് പല അനുഭവങ്ങളും സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ അലർജി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നിസ്സാരമായ ഒരു രോഗമായി കാണുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ മറ്റൊരു കാര്യമാണ് പലപ്പോഴും സ്കിന്നിൽ അലർജി മാറുമ്പോൾ അത് തുമ്മലായി വരുന്നു എന്നുള്ളത്. അവിടെയാണ് ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ കിടക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് മാറ്റാൻ വമനം എന്ന ചികിത്സയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അലർജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.